നിങ്ങൾ ഭരിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള സുവാർത്ത, നല്ല സന്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണത്തെ ജയിച്ചാൽ ഈ കർത്താവിനെ അനുഗമിക്കും, ഈ കർത്താവിനെ സ്വീകരിക്കും, അവന്റെ മകനും മകളുമായിട്ട് തീരും. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ശാരീരികമായിട്ട് മരണം നമ്മൾ മരിക്കും, എന്നാൽ അതിനുശേഷമുള്ള ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ നമുക്ക് ദൈവത്തോടൊക്കെ ജീവിക്കാനായിട്ട് പറ്റും. 2 പ്രാവശ്യം ജനിക്കുന്നവൻ 1 പ്രാവശ്യം മാത്രം മതി. എന്താണ് പറഞ്ഞതിന്റെ ആശയം? നമ്മളൊക്കെ 1 പ്രാവശ്യം ജനിച്ചവരാണ്. അങ്ങനെ മാത്രം നാം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നാം 2 പ്രാവശ്യം മരിക്കും. ഈ ശരീരത്തിൽ നമ്മൾ മരിക്കും. നമ്മുടെ ആത്മാവിൽ ദൈവത്തോടുള്ള നിത്യമായ വേർപാടിൽ നമ്മൾ മരിക്കും. എന്നാൽ പറഞ്ഞിരുന്നതുപോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ള സമാധാനം നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ തൃശ്ശൂരുള്ള എല്ലാ ബഹുമാനപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾക്കും സമാധാനം നൽകുവാനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ജനനം നാം ആഘോഷിക്കുമ്പോൾ, ഓർക്കുമ്പോൾ അതെല്ലാം നല്ലതാണ്. എന്നാൽ അതെല്ലാം നമ്മുടെ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. അതെല്ലാം ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ 2023 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു ജനിച്ചു. ആ ജനനത്തിന്റെ ഓർമ്മയായി നാം ആഘോഷിക്കുകയാണ്. നല്ലതാണ്, ആഘോഷവും സന്തോഷവും ഒക്കെ നല്ലതാണ്. എന്നാൽ ഈ യേശു ആരാണ് എന്നുള്ളത് ചുരുക്കം ചില വാക്കുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ നമ്മെ ഓർപ്പിക്കുകയും ഉണ്ടായി. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, രാജാവായി പിറന്ന ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും അവൻ രാജാവ് തന്നെ ആയിരുന്നു. രാജാവിനെ പോലെ ജീവിച്ചില്ലെങ്കിലും രാജാവ് തന്നെയാണ്. നേരത്തെ ഡോക്ടർ PC അബ്രഹാം മംഗൾ ഓർപ്പിച്ചതുപോലെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു രാജാവാണ്, യേശുക്രിസ്തു സമാധാനത്തിന്റെ പ്രഭുവാണ്. മാത്രമല്ല, എല്ലാറ്റിനും ഉപരി യേശുക്രിസ്തു ലോകരക്ഷിതാവാണ്. ലോകം കണ്ട ഏക രക്ഷകൻ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് ആ രാജാവിനെ കാണാൻ വന്ന വിദ്വാൻമാർ ആ ശിശുവിനെ കണ്ടപ്പോൾ അവർ വീണ് നമസ്കരിച്ചു. അവൻ രാജാവായി പിറന്നതുകൊണ്ടാണ്, അവൻ ദൈവപുത്രനായതുകൊണ്ടാണ്, അവൻ ദൈവമായതുകൊണ്ടാണ്, അവൻ ലോകരക്ഷിതാവായതുകൊണ്ടാണ്. പാപം ചെയ്ത് മനുഷ്യരെല്ലാം പാപികളായി തീർന്നു. ഏക മനുഷ്യനാൽ പാപത്താൽ മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, നന്മ ചെയ്യുന്നവനില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് തൊട്ടു മുൻപ് മറിയോട് പറഞ്ഞു, ആ ശിശു പിറക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശിശു ജനിച്ചു വീഴുമ്പോൾ നിങ്ങൾ ഇടേണ്ട പേര് അവൻ യേശു എന്ന രക്ഷിതാവ്, യേശു എന്ന പേരിടണം. അതിന്റെ അർത്ഥം അവൻ രക്ഷിക്കുന്നവനാണ്, രക്ഷകനാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്, പാപമോചനം നൽകുന്നവനാണ്, അവൻ വിടുവിക്കുന്നവനാണ്. പാപത്തിന്റെ ശമ്പളം മരണം, മരിച്ചാൽ പിന്നെ ന്യായവിധിയാണ്, നരകമാണ്. പാപം, നരകം, ന്യായവിധി, ഇത് മൂന്നിൽ നിന്നും രക്ഷിപ്പാൻ കഴിവുള്ള രക്ഷകനായി ഈ ലോകത്തിലേക്ക് വന്ന ഏക വ്യക്തി, അത് ലോകത്തിന്റെ പാപത്തെ ചുമന്ന ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവാണ്. അതാണ് സുവിശേഷത്തിന്റെ സന്ദേശം, അതാണ് സമാധാനത്തിന്റെ സന്ദേശം. യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് മറ്റൊരു വാക്കുകൂടെ അവിടെ തൊട്ട് താഴെ
മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നേരത്തെ നാം കേട്ടതുപോലെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ഇമ്മാനുവേലാണ്, അവൻ ദൈവമാണ്. അപ്പോൾ യേശു ക്രിസ്തു രാജാവാണ്, യേശു ക്രിസ്തു രക്ഷിതാവാണ്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്, യേശു ക്രിസ്തു ഇമ്മാനുവേൽ ദൈവമാണ്. യേശു ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ട ക്രിസ്തുവാണ്, അഭിഷക്തനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ, സ്വീകരിപ്പാൻ കൊള്ളാവുന്നവൻ, അറിയുന്നെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഏക വ്യക്തിത്വം യേശു ക്രിസ്തുവിന്റെ മഹത്വമാണ്. യേശു ക്രിസ്തു രാജാവാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ആ വിദ്വാൻമാർ ഈ യേശുവിനെ കണ്ടപ്പോൾ, ഈ ശിശുവിനെ കണ്ടപ്പോൾ അവർ വീണ് നമസ്കരിച്ചു. അവർ പൊന്നും കൂരും മൂരും കുന്തിരുക്കവും കാഴ്ചവെച്ചു. പൊന്ന് അവന്റെ രാജാവാണെന്ന് കാണിക്കുകയാണ്, അവന്റെ പൗരോഹിത്യത്തെ കാണിക്കുകയാണ്. കുന്തിരുക്കം മൂരും അതുപോലെ തന്നെയാണ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പകരക്കാരനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാർ ആകാശ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റുനോക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന ഈ യേശു പോയതുപോലെ വീണ്ടും വരും, വീണ്ടും വരുമെന്ന് പറഞ്ഞു പോയ ഏക വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നന്മയുടെ ആടുകൾക്ക് വേണ്ടി ജീവൻ തന്ന, മനുഷ്യവർഗത്തിന് ജീവൻ തന്ന് സ്നേഹിച്ച, ജീവൻ തന്ന് രക്ഷിച്ച ഏക വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകം കണ്ട ഏറ്റവും വലിയ രാജാവ് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകം കണ്ട പാപമില്ലാത്ത ഏക വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകം കണ്ട ഏക വ്യക്തി, പാപമോചനം നൽകുന്ന ഏക വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഇത് സമാധാനത്തിന്റെ സന്ദേശമായിട്ട് ഇരിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, വീണ്ടും വരാൻ പോകുന്ന ദൈവപുത്രനെ കുറിച്ചുള്ള സന്ദേശമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് സമാധാനത്തിന്റെ സന്ദേശമാണ്, അത് രക്ഷയുടെ സന്ദേശമാണ്, അത് വിടുതലിന്റെ സന്ദേശമാണ്, അത് സ്വർഗത്തിന്റെ സന്ദേശമാണ്, അത് ദൈവത്തിന്റെ സന്ദേശമാണ്, മനുഷ്യന്റെ സന്ദേശമല്ല. അതുകൊണ്ടാണ് ആ ദൂതന്മാർ പാടിയത്. അവർ ആ സ്വർഗത്തിലെ ആ സൈന്യങ്ങൾ അവരെ ഒന്നിച്ച് ചേർന്ന് ദൂതന്മാരോട് കൂടെ പാടുകയാണ്. അവർ പറയുകയാണ്, ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ലോകം കേട്ട, ലോകത്തെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നവർ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ യേശുവിനെ അറിയണം. ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയാതെ പോയാൽ സാരമില്ല, അതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞില്ലെങ്കിലും സാരമില്ല. ദൈവത്തെ കുറിച്ച് അറിയാതെ പോകരുത്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ദൈവത്തെ അറിയുക, നിത്യത അറിയുക, സ്വർഗത്തെ കുറിച്ച് അറിയുക. മരിച്ചാൽ ഞാൻ എവിടെ പോകുമെന്ന് ഞാൻ ഉറപ്പുവരുത്തണം. നിത്യനരകത്തിലേക്കാണോ, നിത്യനാശത്തിലേക്കാണോ, അതോ നിത്യമായ സ്വർഗത്തിലേക്കാണോ പോകുന്നത് എന്ന് അറിയണം, ഉറപ്പുവരുത്തണം എന്നുള്ളത് ഈ സുവിശേഷത്തിൽ നാം ഉൾക്കൊണ്ടുകൊണ്ട് അത് ചിന്തിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു സത്യമാണ്. കള്ളൻ ക്രൂശിൽ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഈ ശിക്ഷയ്ക്ക് യോഗ്യനാണ്, ഞാനൊരു പാപിയാണ്, പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു, ഞാൻ ഇതാ മരിക്കാൻ പോകുകയാണ്, പാപത്തിൽ ഞാൻ മരിക്കാൻ പോകുക. ഇങ്ങനെ ഞാൻ മരിച്ചാൽ ഞാൻ പാപത്തിൽ മരിക്കും, ഞാൻ നിത്യനരകത്തിലേക്ക് പോകും. ആ ഒരു ബോധം അവന് വന്നതുകൊണ്ട് യേശു പാപമില്ലാത്തവനാണെന്നും രാജാവാണെന്നും വീണ്ടും വരുമെന്നും ഉള്ള ആ ബോധം, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ
സമയം നൽകിയതുകൊണ്ട് അവൻ ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. മരണത്തിനും ജീവനും ഇടയിൽ, നരകത്തിനും സ്വർഗത്തിനും ഇടയിൽ യേശു ക്രിസ്തുവും അതുപോലെ തന്നെ ഈ കള്ളന്മാർ, ക്രൂസിൽ കിടക്കുന്ന കള്ളന്മാർ, അവർ മറ്റേ സൈഡിലാണ്. ആ കള്ളൻ പറയാണ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവ് ഉടനെ മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസിലിരിക്കും. ആദ്യം പറഞ്ഞത്, ഞാൻ അരുതാത്തത് ചെയ്തവനാ, ഞാൻ പാപിയാണ്, ഞാൻ ചെയ്യാത്ത തെറ്റില്ല. അവൻ പാപം ഏറ്റുപറഞ്ഞു. ആ സമയത്ത് ദൈവപുത്രന്റെ ആ ശരീരത്തിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്ന ഓരോ തുള്ളി രക്തവും ആ കള്ളന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിപ്പാൻ മതിയായതായിരുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ദൈവപുത്രൻ ഉടനെ മറുപടി പറയാണ്, യേശു രക്ഷിതാവായ യേശു, അല്ലെങ്കിൽ ദൈവമായ യേശു, പാപത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ക്രൂസിൽ മരിച്ച യേശു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ആ കർത്താവിന് ഒരു കാര്യം മരിക്കുന്നതിന് മുൻപ് അവനോട് പറയാനുണ്ടായിരുന്നു, നീ എന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കും, നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ദൈവം നമ്മോടുകൂടെ, നാം ദൈവത്തോടു കൂടെ. പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. ഒരു ജീവിതം അത് വേഗം തീരും. ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തെ അറിയുക, യേശുവിനെ അറിയുക, ബൈബിൾ വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിൾ അറിയുക, ബൈബിളിലെ സത്യങ്ങളെ അറിയുക. അങ്ങനെ ദൈവമുള്ളവരായി, യേശു ഉള്ളവരായി, ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. എങ്കിലേ ആ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകരുത്, നരകത്തിൽ പോകരുത്, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് മോശമായ തെറ്റായ ജീവിതം നയിച്ച് പാപത്തിൽ മരിച്ച് നരകത്തിൽ പോകാൻ ദൈവം ആരെ കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് സിറ്റി ബ്രദറിന് ചർച്ചിലുള്ളവരും അതുപോലെ മറ്റ് ദൈവദാസന്മാരും ഞങ്ങളുടെ മക്കളും സഹോദരിമാരും ഒന്നിച്ച് ഈ കിഴക്കേക്കോട്ട സെന്ററിൽ നിന്നുകൊണ്ട് ഈ യേശുവിനെ പാടുകയും ഈ യേശുവിനെ കുറിച്ച് പറയുകയും ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 3 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. 1, മറ്റൊരുത്തനും രക്ഷയില്ല. ഈ ലോകത്തിലെ മതങ്ങൾക്ക്, ഇസങ്ങൾക്ക്, രാഷ്ട്രത്തലവന്മാർക്ക്, രാഷ്ട്രീയക്കാർക്ക്, ആർക്കും തന്നെ നമ്മെ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന്, നരകത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. ഏകരക്ഷകൻ, ഏകരക്ഷമാർഗം, ഏക രക്ഷയുടെ വഴി അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മറ്റൊരുത്തിനൊരു രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഏക വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല, ആരും സ്വർഗത്തിലെത്തുന്നില്ല. സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള മാർഗം ആ കള്ളൻ തിരഞ്ഞെടുത്തു. എത്താനുള്ള മാർഗം യേശുവാണെന്ന് അവൻ അറിഞ്ഞു, അവൻ വിശ്വസിച്ചു. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ അവന് ദൈവമകനായി തീരുവാൻ ഭാഗ്യം ലഭിച്ചു. രണ്ടാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട വലിയ സത്യമെന്ന് പറയുന്നത്, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ദൈവപുത്രന്റെ തൃപാദം ചുംബിക്കണം. ഈ ജീവിതം ഒരു യാത്രയാണ്. ഇവിടെ തന്നെ ഈ വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഒരു യാത്ര, സമാധാന സന്ദേശ യാത്രയാണ്. ഞങ്ങളെല്ലാവരും ഈ പട്ടണത്തിന്റെ മധ്യത്തിൽ യാത്ര ചെയ്ത് ഇത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം ഒരു യാത്രയാണ്. ഈ ജീവിതം തീരും. ഒരു സമയം മാത്രമേ ഉള്ളൂ, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അത് വേഗം തീരും. എപ്പോൾ തീരുമെന്ന് അറിയില്ല. അത് തീരുന്നതിന് മുൻപേ യേശുവിന്റെ അടുക്കൽ വന്ന്, കർത്താവേ, ഞാൻ പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് പകരക്കാരനായി അങ്ങ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, പാപിയായ എന്നെ രക്ഷിക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും, നിങ്ങളെ ശുദ്ധീകരിക്കും. ദൈവത്തിന്റെ
മക്കളായി തീരുവാൻ നിങ്ങൾക്കിടയാകും. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ സെന്ററിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സ്നേഹിതരെ, നിങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു. മൂന്നാമതായിട്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യം, ഒരു ദിവസം എല്ലാ മുഴങ്ങാനും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വരും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായിട്ട് വരും. അന്ന് രക്ഷയില്ല. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക, പാപവഴികൾ ഉപേക്ഷിക്കുക, ദൈവത്തിലേക്ക് തിരിയുക. ഇന്ന് മുട്ടുമടക്കുക. അന്ന് മുട്ടുമടക്കിയാൽ അന്ന് രക്ഷയില്ല. ഇന്ന് മുട്ടുമടക്കിയാൽ ഇന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇന്ന് ഏറ്റുപറഞ്ഞാൽ ഇന്ന് രക്ഷിക്കപ്പെടാൻ സാധിക്കും, രക്ഷപ്പെടാൻ സാധിക്കും. യേശു നിന്റെ ഉള്ളിൽ വരും. വലിയ മാറ്റം ജീവിതത്തിലുണ്ടാകും, പ്രത്യാശയുണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് കിടക്കാൻ പോകുന്നതിന് മുൻപ് മുട്ടുമടക്കി പിതാവായ ദൈവത്തോട്, കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ പാപം വെച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ജീവിക്കുകയാണ്. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എനിക്ക് സ്വർഗം തരണമേ. ഒരിക്കലും മരിച്ച് പാപത്തിൽ മരിച്ച് നരകത്തിൽ പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായി തീരുക. ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ 4 കാര്യങ്ങളും സ്വായത്തമാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്ത് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. യേശുക്രിസ്തു ജനിക്കാൻ കാരണമായത് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ന്യായമായ ചോദ്യം, മനുഷ്യൻ പാപം ചെയ്ത് പാപിയായതാണോ? അല്ല, പാപിയായി ജനിച്ചത് കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യാനിട വന്നത്. ആദാമ്യ വംശത്തിൽ ജനിക്കുന്ന ഈ ലോകത്തിലെ സകല മാനവരാശിയും പാപത്തിലാണ് ജനിക്കുന്നത്. മനുഷ്യൻ പാപിയാണോ അല്ലയോ എന്നറിയാൻ ഇന്നത്തെ മനോരമ പത്രം നിവർത്തിയാൽ മതി. ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് നമ്മുടെ നാടിനെ കുറിച്ച് അറിയപ്പെടുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ആഗ്രഹിക്കുന്ന സന്ദേശം അറിയിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ വിസ്താരമായിട്ട് അങ്ങോട്ട് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഭാവിയാണ്. ആദാമ്യ വംശത്തിൽ ജനിച്ച മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഫലമായി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, പിശാചിനെ അനുസരിച്ചു, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു, പിശാചിനെ വിശ്വസിച്ചു. ചുരുക്കി പറഞ്ഞാൽ, പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നാം പിന്മാറുന്നതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജനിക്കേണ്ടി വന്നത്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചു, 33 വയസ്സിൽ ജീവിച്ചു. ഒടുവിൽ 3 വർഷക്കാലം അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. താൻ ദൈവമാണെന്ന് തെളിയിച്ചു. ഒടുവിൽ എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തിലെ സകല മാനവരാശിയുടെയും പാപപരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗബലിയായി തീർന്നു. ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾ ക്രിസ്മസ് കൊണ്ടാടുകയാണ് എന്നാണ്. അത് നാളെ അറിയാം. കാരണം ഞാൻ എവിടേക്ക് കിടക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം പ്രിയപ്പെട്ടവരെ ആഘോഷിക്കാനുള്ളതല്ല, അത് ജീവിതത്തിൽ അനുഭവമാക്കാനുള്ളതാണ്. ഇനി നാളെ യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ 2025 ഏപ്രിൽ മാസം 18-ാം തീയതി യേശുക്രിസ്തുവിന്റെ മരണം ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുക. ഏപ്രിൽ 20-ാം തീയതി യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ജനിച്ചത് ഈ ലോകത്തിലെ സകല മാനവരാശിയുടെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ്. രക്ഷിതാവും കർത്താവുമായി ആര് സ്വീകരിക്കുന്നുവോ അവർക്കാണ് പാപമോചനം, സമാധാനം, ഭയം മാറുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി, കഴിഞ്ഞ അനേക വർഷങ്ങളായി ക്രിസ്മസ്
ആഘോഷപൂർവ്വം കൊണ്ടാടിയില്ലേ? യേശുക്രിസ്തുവുമായി വ്യക്തിപരമായി നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ഞാനെൻ്റെ വാക്കുകളിലൂടെ വിരാമം കുറിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹവാനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനായ ദൈവമാണ്. മരണം എപ്പോൾ സംഭവിക്കും അറിഞ്ഞുകൂടാ. തെളിച്ചിരിക്കാത്ത നാഴികയിൽ എത്രയോ മരണങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് വാർത്താ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ കൂടെ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കുമെന്ന് ഉറപ്പുവരുത്തണം. ഒരു കൂട്ടം ആളുകൾ വിചാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ ഭാര്യ, ഭർത്താവോ, മക്കളോ, ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മങ്ങൾ, കൂതാശകൾ, പൂജകൾ, ബലികൾ, വഴിപാടുകൾ, ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് മോക്ഷം ലഭിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിന്റെ ജീവിതത്തിൽ മരണാനന്തരം നിന്റെ ആത്മാവ് എവിടെ പോകുമെന്ന് മരിക്കുന്നതിന് മുമ്പ് ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മരണശേഷം ചെയ്യുന്ന കർമ്മങ്ങളോ കൂതാശകളോ നിത്യമായ മോക്ഷത്തിലേക്ക് പോകാൻ മതിയായതല്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവമനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ദൈവം സ്നേഹവാനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവത്തിന് നീതി പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. വളരെ ആത്മാർത്ഥമായി നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, പാപത്തിലാണ് ഞാൻ ജനിച്ചത്, എനിക്ക് ന്യായമായി ലഭിക്കേണ്ട ശിക്ഷ നിത്യനരകമാണ്. എന്നാൽ അവിടുന്ന് യേശു കർത്താവ് എനിക്ക് വേണ്ടി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് എനിക്ക് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ യാഗബലിയായി തീർന്നു, സകല നിവൃത്തിയായെന്ന് പറഞ്ഞ് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. ലോകത്തിലെ അനേക മതനേതാക്കന്മാർ, അനേക പുണ്യപുരുഷന്മാർ, അനേക ആചാര്യന്മാരുടെ കല്ലറുകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങളുടെ രക്ഷാനായകനും വീണ്ടെടുപ്പുകാരൻ്റെ കർത്താവിൻ്റെ കല്ലറ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു, കല്ലറ തുറന്നു, വൈരിയെ തകർത്തു. യേശു ക്രിസ്തുവിന് വീണ്ടും വരാൻ പോകുകയാണ്. ആ നേരത്തെ പറഞ്ഞ വാക്യത്തിൽ ഇങ്ങനെ അതിനെ തുടർന്ന് ഇങ്ങനെ പറയുന്നു, രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല. ഇവിടെ ഒരു യേശുക്രിസ്തു അനേക വഴികൾ പോലെ വഴിയല്ല, യേശുക്രിസ്തു തന്നെ വഴി, യേശുക്രിസ്തു തന്നെ സത്യം, യേശുക്രിസ്തു തന്നെ ജീവൻ. ആകെയാണ് യേശുക്രിസ്തുവിന്റെ ജനനം ഒരാഘോഷമാക്കാതെ യേശുക്രിസ്തു ഉള്ളിലുള്ളവനായി യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരുവാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് നവവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കാലം എവിടേക്ക് പോകുന്നറിയാതെ, ജീവിതത്തിന്റെ അവസാനം ഏതെന്നറിയാതെ തനിയെ പോകേണ്ടി വരികയില്ല. പിന്നെ കൃത്യമായി ദിശ മനസ്സിലാക്കി ആ നിലയിൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്ന നിലയിൽ പ്രകാശപൂരിതമായ ജീവിതം നയിക്കുവാൻ, ഭയമില്ലാത്ത ജീവിതം നയിക്കുവാൻ, തിന്മയില്ലാത്ത ജീവിതം നയിക്കുവാൻ കഴിയുമെന്നുള്ള വിഷയമാണ് യേശുക്രിസ്തു ഉറക്കെ പ്രഖ്യാപിച്ചത്. ഞാനിങ്ങനെ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഈ തെരുവോരത്ത് നിന്നുകൊണ്ട് ഈ വൈകിയ സമയത്ത് അല്ല, രാത്രിയുടെ ഈ സമയങ്ങളിൽ ഇങ്ങനെ ഇത്രയും ആളുകൾ ഒരുമിച്ച് ചേർന്ന് വന്ന് നിങ്ങളുടെ അടുക്കൽ ഈ വിഷയം പറയുമ്പോൾ എന്താ അത് അർത്ഥമാക്കുന്നത്? കേവലം ആഘോഷിക്കുവാനുള്ളൊരു വിഷയമാണെങ്കിൽ ഞങ്ങളും കുടുംബത്തിലിരുന്ന് ആഘോഷിച്ചാൻ എൻ്റെ സ്നേഹിതരെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ആഘോഷിക്കുന്നത് പോലെ ഞങ്ങളും ആഘോഷിച്ചേനെ. പക്ഷേ അതിനേക്കാൾ പ്രസക്തമായ ഒരു വിഷയം നിങ്ങളെ അറിയിക്കുവാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കുടുംബമായിട്ടും കൊച്ചുമക്കളായിട്ടും ഞങ്ങളുടെ പുതിയ തലമുറകളായിട്ടും യുവാക്കന്മാരും യുവതികളും ഒക്കെ ഒരുമിച്ച് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ തിന്മയിൽ കൂടെ ജീവിക്കുന്ന, ദുഷ്ടതയിലാക്കാക്കി ജീവിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന, അല്ലെങ്കിൽ ഭയത്തോടുകൂടെ, ഇരുട്ടിന്റെ ഭയത്തോടുകൂടെ കാണുന്ന, കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ ദിശയറിയാതെ മുൻപോട്ട് പോകുന്തോറും ജീവിതത്തിന്റെ അവസാനം എന്നറിയാതെ നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പോഴിതാ ഒരു സമാധാനത്തിന്റെ സന്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു സമാധാന സന്ദേശ യാത്രയാണ്. കഴിഞ്ഞ ദിവസം ഒരു പിതാവിനെ കണ്ടു. അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻകുട്ടി എന്ന, 74 വയസ്സായി. താൻ എന്നിട്ട് പറഞ്ഞ കാര്യം എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ തോന്നുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, 74 വയസ്സായി, അതുകൊണ്ട് എപ്പോഴാ മരിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ ആ ചിന്ത വരാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞത് മറുപടി ഇങ്ങനെയാണ്, എൻ്റെ കൂട്ടുകാരൊക്കെ മരിച്ചുപോയി, അതുകൊണ്ട് നാളെ ഞാനും മരിക്കുമെന്നുള്ള തിരിച്ചറിവിലാണ് ഞാൻ ജീവിക്കുന്നത്.
എൻ്റെ കൂട്ടുകാരൊക്കെ മരിച്ചുപോയി. 74 വയസ്സുള്ള ഒരു പിതാവ് പറയുന്ന വിഷയം, എൻ്റെ കൂട്ടുകാരൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മരണം സംഭവിച്ചാൽ എവിടേക്കാണ് പോകുന്നത്? അറിഞ്ഞുകൂടാ. എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. 74 വയസ്സായിട്ടും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആ ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിന്ന് ചോദിക്കട്ടെ, ഈ പ്രദേശത്ത് ജീവിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് ഞാൻ ചോദിക്കട്ടെ, ഒരുപക്ഷെ 50 വയസ്സായേക്കാം നിങ്ങൾക്ക്, ഒരുപക്ഷെ നിങ്ങൾ ചെറുപ്പക്കാരാകാം, ഒരുപക്ഷെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരുപോലെ ഉന്നതമായ നിലയിൽ ജീവിച്ച് വിരാജിക്കുന്നവരാകാം. പക്ഷേ നാളെ ഈ മരണം എന്ന് പറയുന്ന വസ്തുത നിങ്ങളെ കാർന്നു തിന്നുവാൻ അധികം സമയം വേണ്ട എന്നുള്ള വിഷയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കേരളത്തിലെ കണക്കുകൾ നമുക്കറിയാം. ഒരു വർഷത്തിൽ 40,000-ലധികം ആക്സിഡന്റുകൾ സംഭവിക്കുന്ന ഒരു ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. 400 മരണങ്ങൾ ഒരു ദിവസം ഈ അപകട മരണങ്ങളിൽ കൂടെ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വാഹനം ഓടിക്കുന്നവരാണല്ലോ എന്നെ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നാളത്തെ 400-ന്റെ കണക്കിൽ നിങ്ങൾ പെടുകയില്ല എന്നുള്ളത് എന്ത് ഉറപ്പിന്മേലാ നിങ്ങൾക്ക് പറയുവാൻ കഴിയുക? എന്ന് പറഞ്ഞാൽ മരണത്തിന് ധാരാളം മുഖാന്തരങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അപകട മരണങ്ങൾ 400 ദിവസത്തിൽ സംഭവിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വിഷയത്തിന് പ്രസക്തി നിൽക്കുന്നത്, ഈ പ്രമേയത്തിന് പ്രസക്തി നിൽക്കുന്നത്, ഈ വ്യക്തിയുടെ പ്രസക്തി നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുവാനുള്ള കാരണവും അത് തന്നെയാണ്. എന്താ കാരണം? നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന് ഒരു വെളിച്ചം ആവശ്യമാണ്. മനുഷ്യൻ ഇരുട്ടിൽ ജീവിക്കുന്നത് കൊണ്ട്, ഭയത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ദുഷ്ടത ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നത് കൊണ്ട്, ഭയത്തോടുകൂടെ ജീവിതത്തിന്റെ അവസാനം എന്ത് സംഭവിക്കുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്നത് കൊണ്ട്, അങ്ങനെയുള്ള മനുഷ്യർക്ക് ശരിയായ പാതയ്ക്ക് പ്രകാശം നൽകുവാൻ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദിശാബോധം നൽകുവാൻ ഒരു വ്യക്തിയുടെ ജനനം അത്യന്താപേക്ഷിതമായിരുന്നു. ഈ ഭൂമിയിൽ സാമൂഹിക പരിഷ്കർത്താക്കൾ ജനിക്കാതെയല്ല, അവതാര പുരുഷാരങ്ങൾ ജനിക്കാതെയല്ല, ഭക്തി പ്രസ്ഥാനങ്ങളില്ലാതെയല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലാതെയല്ല. പക്ഷെ അവരാരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അവർക്കാർക്കും പറയുവാനും കഴിയുകയില്ല, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുവാൻ കഴിയുമെന്നും ജീവിതം ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നും അവർക്കാർക്കും പറയുവാൻ കഴിയുകയില്ല. എന്നാൽ ഞങ്ങൾ പറയുന്ന ഈ കർത്താവായ യേശുക്രിസ്തു ഉണ്ടല്ലോ, യേശുക്രിസ്തു താൻ ഇരിക്കുമ്പോൾ പറഞ്ഞൊരു വിഷയമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവിക്കുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവിന്റെ ജീവിതത്തിൽ ഭയമില്ലായിരുന്നു എന്നുള്ള വസ്തുത ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. താൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. തന്റെ മരണത്തെക്കുറിച്ച് താൻ ആവർത്തിച്ച് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ മരണവിധം ഇന്നതുപോലെയായിരിക്കും. അതുകൊണ്ട് ഭയത്തോടുകൂടെ മരണത്തെ അഭിമുഖീകരിക്കുവാൻ തന്നെ ഈ ഭൂമിയിൽ വന്ന വ്യക്തിപ്രഭാവമാണ് താൻ. പോരാ, തന്റെ ജീവിതത്തിൽ നോക്കിയേ, ഒരു നന്മയുടെ വെളിച്ചം ലോകത്തിലേക്ക് വന്ന വെളിച്ചമായി എപ്പോഴും നന്മ പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കാത്ത, തിന്മ ചെയ്യാത്ത ശ്ലീഹമാർ മാറി പറയുന്ന വിഷയമുണ്ട്. പാപമറിയാത്ത, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത പരിശുദ്ധനായ ഒരു ദൈവമായി താൻ ഈ ഭൂമിയിൽ ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു വ്യക്തിപ്രഭാവത്തെ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, പല മനുഷ്യരും ഇവിടെയുണ്ട്. മനുഷ്യ ദൈവങ്ങൾ എന്ന പേരിൽ പോലും പേർ പറയുന്ന പല ആളുകളുണ്ട്. പക്ഷെ അവരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ, പ്രവാചകരെന്നോ അല്ലെങ്കിൽ മറ്റ് അവതാര പുരുഷാരങ്ങളെന്നോ പറയുന്ന ഏത് വ്യക്തിയുടെയും ചരിത്രം ഒന്ന് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അധാർമികതയുടെ ഏറ്റവും മ്ലേച്ഛകരമായ പല വിഷയങ്ങളുടെയും അനുകരിക്കുവാൻ കൊള്ളാകാത്ത ധാരാളം വിഷയങ്ങളുടെ ഒരു കൂമ്പാരം കെട്ടിടക്കണക്ക് സമുച്ചയമായി തങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, താൻ സാക്ഷാൽ നന്മയായിരുന്നു, താൻ സാക്ഷാൽ വെളിച്ചമായിരുന്നു. വെളിച്ചത്തിനുള്ള എങ്ങനെ നടക്കണം എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയ, കൃത്യമായി കാണിച്ചു തന്ന, അടയാളപ്പെടുത്തിയ ഒരു ചരിത്ര പുരുഷനായിരുന്നു കർത്താവായ യേശുക്രിസ്തു. എന്നിട്ട് താൻ പറയുകയാ, ഞാൻ അങ്ങനെയാ, പക്ഷേ എന്നെ അനുഗമിക്കുന്നവർക്ക് ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുവാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനിങ്ങനെ ചേർത്ത് പറയട്ടെ, ഏത് പ്രസ്ഥാനത്തെ അനുഗമിച്ചാലും, ഏത് പ്രത്യയശാസ്ത്രത്തെ അനുഗമിച്ചാലും, ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താലും, എന്റെ പ്രിയപ്പെട്ടവരെ, ആ അനുഗമനം ഒന്നും തന്നെ, ആ പിൻപറ്റൽ ഒന്നും തന്നെ മനുഷ്യന് സ്വസ്ഥത വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ വർഗീയതയുടെ കൊടുംവിഷം വിത്തുറപ്പിച്ചിട്ട് മനുഷ്യർക്കെതിരെ ആഞ്ഞു പ്രവർത്തിക്കുന്ന, നരഭോജികളാക്കി തീർക്കുന്ന, ക്രൂരന്മാരാക്കി തീർക്കുന്ന, മൃഗങ്ങളെ പോലെയാക്കി തീർക്കുന്ന, കാപാലികന്മാരാക്കി തീർക്കുന്ന അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും പ്രമേയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമല്ലേ ഈ ലോകം ഇവിടെ വിത്തുകൾ മുളപ്പിച്ച് വളർത്തിയിരിക്കുന്നത്?
എന്നാൽ ഞങ്ങൾ പറയുന്ന ഈ സന്ദേശമുണ്ടല്ലോ, അത് മനുഷ്യർക്ക് സമാധാനം നൽകുന്ന സന്ദേശമാണ്. എങ്ങനെയാ സമാധാനം നൽകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യേശു ക്രിസ്തു മനുഷ്യന്റെ സമാധാനത്തിന് അല്ലെങ്കിൽ മനുഷ്യന്റെ ഇരുട്ടിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ, ഈ ഇരുട്ടിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ, തിന്മ പ്രവർത്തിച്ച് ഇരുട്ടിന്റെ അധാർമികതയിൽ കൂടെ മുൻപോട്ട് പോകുന്ന മനുഷ്യ സാമൂഹിക വർഗത്തെ, എല്ലാ മനുഷ്യരെയും ഒരുപോലെ തന്നെ കൃത്യമായി പറയുക, സകല മനുഷ്യരും ഒരുപോലെ ഈ അവസ്ഥയിൽ ഇരുട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെ രക്ഷിപ്പാനായി കാൽവറിയുടെ ഉന്നതങ്ങളിൽ ഇതുപോലെയുള്ള ഒരു കൂരിരുട്ടിലൂടെ 3 മണിക്കൂർ കൊണ്ടുപോയ 3 മണിക്കൂർ കടന്നുപോയ ഒരു ചരിത്രമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. പാപത്തിന് ശിക്ഷയുണ്ടെന്നും ആ ശിക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്രോധമാണെന്നുള്ളതും, ആ ക്രോധം ഒരു മനുഷ്യൻ സഹിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിന്റെ അനുഭവത്തിൽ കൂടെ അല്ല, ദൈവമില്ലാത്തവനായി ദൈവത്തിന്റെ സകല ശിക്ഷയും ഒരുപോലെ സഹിക്കേണ്ടുന്ന ഒരു അനുഭവത്തിലേക്ക് താൻ തള്ളപ്പെടും. അങ്ങനെയുള്ള മനുഷ്യനെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചിട്ട് ജീവനുള്ളവരാക്കി തീർത്ത് പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ കൊണ്ടുപോകുവാൻ വെളിച്ചമായിരുന്ന അവിടുന്ന് മനുഷ്യരുടെ പകരമായി ആ ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച കാൽവരിയുടെ ഉന്നതങ്ങളിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആ പ്രവൃത്തിയോടുള്ള ബന്ധത്തില് യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിക്കുവാനിടയായിട്ട് തീർന്നത്. ഈ യേശു കർത്താവിന്റെ ജനനം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഘോഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിന്റെ അർത്ഥതലം മനസ്സിലാക്കാതെ ആഘോഷിച്ചു കഴിഞ്ഞാൽ അത് കേവലം ഇന്നോ നാളെയോ തീരുന്ന ആഘോഷമായി മാത്രം നിൽക്കും. എന്നാൽ യേശു ക്രിസ്തു സാക്ഷാൽ ലോകത്തിന്റെ വെളിച്ചമായി ഈ ഭൂമിയിൽ കടന്നു വന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ അനുഗമിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ യേശു ക്രിസ്തു നിങ്ങളുടെ അന്ധകാരത്തിന്റെ അവസ്ഥ മാറ്റുവാൻ, താൻ അന്ധകാരത്തിൽ കൂടെ പോയി കടന്നുപോയ ചരിത്രത്തെ മനസ്സിലാക്കി, ആ പ്രവൃത്തിയെ മനസ്സിലാക്കി, ദൈവസ്നേഹത്തെ മനസ്സിലാക്കി ദൈവത്തിലേക്ക് കടന്നു വരുവാൻ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വെളിച്ചം പ്രകാശിക്കുവാൻ ആരംഭിക്കും. അങ്ങനെ വെളിച്ചം ജീവിതത്തിൽ പ്രകാശിച്ചവരാ ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്റെ ചുറ്റും നിൽക്കുന്ന പല പ്രിയ സഹോദരന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ പലർക്കും മൈക്ക് കൈമാറിയാൽ അവരുടെ ജീവിതത്തിന്റെ മധ്യവയസ്സ് വരെയും യാതൊരു മറയുമില്ലാതെ ഏറ്റവും അധാർമികത പ്രവർത്തിച്ച് മുൻപോട്ട് പോയ ചരിത്രം അവർക്ക് പറയുവാനുണ്ട്. പക്ഷേ ഈ യേശുനാഥനെ കണ്ടുമുട്ടിയ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ മാറ്റം സംഭവിച്ചത് കൊണ്ട് ഇന്ന് ആ യേശു കർത്താവിനെ നെഞ്ചേറ്റി ആ വെളിച്ചം തങ്ങളുടെ ഉള്ളിലുള്ളവരായി ഇന്ന് ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരായിട്ട് അവർ തീർന്നിരിക്കുക. ഒറ്റ കാരണമേ ഉള്ളൂ, യേശു ക്രിസ്തു അവരുടെ ജീവിതത്തിൽ നൽകിയ വെളിച്ചമാണ് അതിന് നിധാനം. എന്താ യേശു ക്രിസ്തു ചെയ്തത്? അത് വിവരിക്കാതെ പോകാൻ തരമില്ലല്ലോ. ഞാൻ പറയട്ടെ, അന്ധകാരത്തിൽ കടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച്, തിന്മയുടെ പ്രവൃത്തി മുഴുവൻ പേര് നടന്ന മനുഷ്യനെ സംബന്ധിച്ച്, ആ മനുഷ്യനെ സംബന്ധിച്ചൊരു തീർച്ചയായും ഒരു ന്യായവിധിയുണ്ട്. യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തെ മുഴുവൻ വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യർ ചെയ്ത ദുഷ്ടതയുടെ ശിക്ഷ മുഴുവൻ തന്റെ ശരീരത്തിലേറ്റുകൊണ്ട് കാൽവറിയുടെ ഉന്നതങ്ങളിൽ മരിച്ച കാഴ്ച നമുക്ക് ഗോൽഗോത്തായിൽ കാണാം, അല്ലെങ്കിൽ കാൽവറി കുന്നിൽ കാണാൻ കഴിയും. ഇത് ചരിത്രത്തിലുള്ള വിഷയം തന്നെ. ഇപ്പോഴും ആ മല അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടി യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു? ഒറ്റ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ വെളിച്ചമുള്ളവനാക്കി തീർക്കുക. ലോകത്തിന്റെ വെളിച്ചമായിരുന്ന ക്രിസ്തു ഇരുട്ടിന്റെ പ്രവൃത്തിയുടെ അധാർമികതയിലെ അതിന് ശിക്ഷ താൻ വഹിച്ചപ്പോൾ, താൻ ഏറ്റെടുത്തപ്പോൾ, നിങ്ങൾക്ക് പകരമായി, എനിക്ക് പകരമായി, ഓരോ മനുഷ്യർക്ക് പകരമായി ഈ ഭൂമിയിൽ താൻ അവതരിച്ചിട്ട് പാപം ചെയ്യാത്ത അവിടുന്ന് നമ്മുടെ പാപങ്ങളെ തന്റെ ചുമലിൽ ഏറ്റെടുത്തിട്ട് കാൽവറി ക്രൂശിൽ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന നിത്യ അന്ധകാരം താൻ ആ അന്ധകാരം അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രപഞ്ചം മുഴുവൻ ഒരുപോലെ കണ്ണടച്ചൊരു നിമിഷമുണ്ട്. ദൈവത്തിന്റെ സകല ക്രോധ അഗ്നിയും ഒരുപോലെ താൻ ഊറ്റിക്കുടിച്ച, താൻ അനുഭവിച്ച ഒരു നിമിഷമുണ്ട്. ഈ അനുഭവത്തിന് ശേഷം താൻ ഉറക്കെ നിലവിളിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്: എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന്. ഒരു പാപിയായ മനുഷ്യൻ, ഇരുട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ, ഇരുട്ടിന്റെ പ്രവർത്തികളെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ, വഴിയറിയാതെ ജീവിക്കുന്ന, പാപത്തിൽ രസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ കൂടെ, ദൈവത്തിന്റെ ശിക്ഷയിൽ കൂടെ, നിത്യ നരകത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അയ്യം വിളിക്കേണ്ടുന്ന അതേ കരച്ചിൽ, ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അലറിക്കരയേണ്ടുന്ന ആ അതേ കരച്ചിൽ കാൽവരിയിൽ ഈ അന്ധകാരത്തിന്റെ മണിക്കൂറുകൾക്ക് ശേഷം യേശു ക്രിസ്തുവും ഉറക്കെ നിലവിളിക്കുന്ന കാഴ്ച. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ക്രിസ്തുമസിന്റെ ആവശ്യകത, അല്ലെങ്കിൽ ക്രിസ്തുമസ്.
ക്രിസ്തു ബലിയാകുവാൻ ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് ഇരുട്ടിൽ ജീവിക്കുന്ന മനുഷ്യനെ പ്രകാശത്തിലേക്ക് നടത്തുവാൻ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് ഇരുട്ടിന്റെ സന്തതികളായിരിക്കുന്ന, ഇരുട്ടിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ പാപത്തെ, മനുഷ്യന്റെ ശിക്ഷയെ തന്റെ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യർക്ക് പകരമായി ഒരു പ്രായശ്ചിത്ത മരണമായി കാൽവറിയിൽ മരിച്ച കാഴ്ചയാണ് ആ ക്രൂശ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ക്രൂശില്ലാതെ ഒരു ക്രിസ്തുമസ് ആഘോഷിക്കാമെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ക്രിസ്തുമസ് അത് യാതൊരു നിലയിലും ക്രിസ്തുമസ് അല്ല. ക്രിസ്തുവിന്റെ ബലിയ, ക്രിസ്തുവിന്റെ മസ്, അതാ ക്രിസ്തുമസ്. മനുഷ്യന്റെ ഭയപ്പാട് മാറുവാൻ, അന്ധകാരത്തിൽ നിന്ന് അവൻ അത്ഭുത പ്രകാശത്തിലേക്ക് നടക്കുവാൻ ലോകത്തിന്റെ വെളിച്ചമായി അവതരിച്ചിരിക്കുന്ന ഞാൻ ഇതാ പാപിയായ മനുഷ്യന്റെ സകല പാപക്കടവും അന്ധകാരത്തിന്റെ സ്വഭാവത്താൽ ചെയ്തു വെച്ചിരിക്കുന്ന സകല തിന്മയുടെ പ്രവൃത്തിയുടെയും കടവും ഞാനിതാ കാൽവരി ക്രൂശിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കൊടുത്തുവിട്ടൽ സംഭവിക്കപ്പെട്ടു, ആ ക്രൂശമരണം സംഭവിക്കപ്പെട്ടു. എന്നാൽ മറ്റു ചരിത്ര പുരുഷന്മാർക്കില്ലാത്ത, മറ്റു കല്ലറകൾക്ക് പറയുവാൻ അവകാശപ്പെടുവാനില്ലാത്ത ഒരു ചരിത്രം പേർന്ന കല്ലറ അങ്ങ് പാലസ്തീന മണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഏത് ചരിത്ര പുരുഷന്, ഏത് വന്യ പുരുഷന്, ഏത് അവതാര പുരുഷന് ഇത് അവകാശപ്പെടുവാൻ കഴിയും? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയട്ടെ, നമ്മുടെ പാപത്തിന് സമ്പൂർണ്ണ പാപ പരിഹാരം വരുത്തിയിട്ട് അത് ദൈവം സ്വീകരിച്ചതുകൊണ്ട്, ദൈവം അംഗീകരിച്ചതുകൊണ്ട്, ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരുവന യേശു ക്രിസ്തു അഥവാ സാക്ഷാൽ ദൈവം. ആ യേശു ക്രിസ്തു പറയുക, ഇനി ഞാൻ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് പകരം ഏറ്റെടുത്തത് കൊണ്ട് ഇനി ആര് എന്നെ അനുഗമിക്കുന്നുവോ, അർത്ഥാൽ ആര് എന്റെ ക്രൂശ് മരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയും ഞാൻ ചെയ്തു കൂട്ടിയ ഇരുട്ടിന്റെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതിന് പകരം എന്റെ പേർക്ക് കാൽവരി ക്രൂശിൽ എനിക്ക് പകരമായി മരിച്ചു എന്ന് മനസ്സിലാക്കി ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സകലവും ഉപേക്ഷിച്ച് എന്റെ ജീവന്റെ നാഥനായുള്ളവേ, എനിക്ക് പകരം മരിച്ച അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ ഞാൻ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങയെ ഞാൻ അനുഗമിക്കുന്നു, അങ്ങന്റെ രക്ഷകനും കർത്താവും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ആര് ക്രിസ്തുവിനെ ഏറ്റെടുത്ത് അഭയം ചൊല്ലുന്നുവോ ആ വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്, എന്നെ അനുഗമിക്കുന്നവൻ, എന്നെ അനുഗമിക്കുന്നവൻ മറ്റെന്തിനെയെങ്കിലുമല്ല, മറ്റ് പ്രവൃത്തികളെയല്ല, മറ്റ് രീതികളെയല്ല, പിന്നെയോ യേശു ക്രിസ്തു എന്ന് പറയുന്ന ലോകത്തിന്റെ വെളിച്ചമായി ഭൂമിയിൽ വന്ന് പാപികളായ മനുഷ്യരുടെ ഇരുട്ടിന്റെ പ്രവൃത്തിയിൽ ഏഴിപ്പാൻ, ഇരുട്ടിന്റെ അധികാരിയായിരിക്കുന്ന പിശാചിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി പാപികളായ മനുഷ്യന്റെ എല്ലാ പാപക്കടത്തിന്റെയും പരിഹാരം ക്രൂശിന്മേൽ വരുത്തി തീർത്തിയ ആ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ ആര് സ്വീകരിക്കുന്നുവോ ആ സ്വീകരിക്കുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, എന്ത്? എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കും. ഈ ക്രിസ്തുമസ് നിങ്ങൾക്കൊരു വെളിച്ചമുള്ളതായിട്ട് തീരണമോ? ഈ ക്രിസ്തുമസ് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുവാനിടയായിട്ട് തീരണമോ? നീതി സൂര്യൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ പിറകിൽ ഞാത്തിയിടുവാനിടയായിട്ട് തീരണം എന്റെ പ്രിയപ്പെട്ടവർ. അതല്ലാതെ മറ്റൊരു മാർഗം നിങ്ങൾക്കില്ല. അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എങ്ങനെ? ലോകത്തിന്റെ വെളിച്ചമായി ഈ ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തു എന്ന് പറയുന്ന നീതി സൂര്യനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുകൊള്ളുവാനിടയായിട്ട് തീർന്നാൽ, പാപങ്ങൾ ചെയ്ത നിങ്ങൾ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി യേശു ക്രിസ്തുവിനെ പാപപരിഹാരകരെ കണ്ടുമുട്ടി സാക്ഷാൽ ദൈവവും രാജാവും ക്രിസ്തുവുമായിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തി ആ ക്രിസ്തുവിന് മുൻപാകെ അഭയം ചൊല്ലിയ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? അനുഗമനത്തിന്റെ അവസ്ഥയുണ്ടാകും. ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാനിടയായിട്ട് തീരും. ജീവന്റെ പ്രകാശത്തിൽ നടക്കുന്നവരെ സംബന്ധിച്ച് എന്നും ദൈവത്തോടു കൂടി ആയിരിക്കും എന്നുള്ള ഉറപ്പ് ബൈബിൾ കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും പറയുന്ന വിഷയമുണ്ട്, താൻ ജീവിച്ചിരിക്കുമ്പോഴും പറയുന്ന വിഷയമാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ടെന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച്, എന്നെ അനുഗമിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്കായി ഒരു വാസസ്ഥലം ഒരുക്കുവാനായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം നിത്യം വസിക്കുന്ന ഒരു സമയം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു വേഗത്തിൽ മടങ്ങി വരുവാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ജീസസ് കമ്മിങ് സൂൺ. മറ്റാരും അതുപോലെ പറഞ്ഞിട്ടില്ല, യാതൊരു വ്യക്തിയും അതുപോലെ പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് മടങ്ങി വരുവാൻ പോകുക. എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? തന്നെ സ്നേഹിച്ചവരെ, തന്നെ അനുഗമിച്ചവരെ തന്നോട് ചേർപ്പാനും, അല്ലാത്തവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിത്യ അന്ധകാരത്തിലേക്ക് തള്ളുവാൻ. എന്നാൽ നിങ്ങൾക്ക് ഇന്ന് തീരുമാനിക്കാം, അന്ധകാരത്തിന്റെ ജീവിതം മതിയോ? നിത്യത മുഴുവൻ അന്ധകാരത്തിൽ കിടക്കണമോ? അഥവാ
അല്ലെങ്കിൽ ഈ ജീവനായകനായ ലോകത്തിന് വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ദൈവരക്ഷിതാവുമായി ഏറ്റെടുത്ത് പാപപരിഹാരം വരുത്തിയ ക്രിസ്തുനാഥന്റെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് ജീവന്റെ വെളിച്ചത്തിൽ നടക്കണമോ? ജീവന്റെ വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ ഈ ജീവനായകനായ ക്രിസ്തുവിന്റെ അടുത്തേക്ക് നിങ്ങൾ കടന്നു വരികയും ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായ കർത്താവായി അംഗീകരിച്ച് ഏറ്റെടുത്ത് ഈ ക്രിസ്തുവിലുള്ളവരായി ജീവിപ്പാൻ നിങ്ങൾക്കിടയായിട്ട് തീരുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഈ ജീവന്റെ പ്രകാശത്തിൽ നടക്കാം, ഭയമില്ലാത്തവരായിട്ട് തീരും. അതുകൊണ്ട് ഞങ്ങളെ ശ്രമിച്ച ഞങ്ങളുടെ പ്രിയ സ്നേഹിതരെ, ശ്രോതാക്കളെ, നിങ്ങൾക്ക് ആ കാര്യം നടക്കുവാനിടയായിട്ട് തീരട്ടെ. ഇതുവരെ ഞങ്ങൾ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുമസ് ആശംസകളും പുതുവത്സരാശംസകളും പ്രകാശിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്ന ദൈവം നിങ്ങൾ സഹായിക്കും.